The game is over. Adios. പുലയാടി മോനെ. Hello guys, welcome back to a new video. So how you guys doing? I'm doing fine. So first of all, thanks a lot for the 70 subscribers. It means a lot for me. So ഇന്നത്തെ വീഡിയോ is all about defending. ഓക്കെ, ഇപ്പോൾ ഈ ഫുട്ബോൾ കമ്മ്യൂണിറ്റിയിൽ ഒന്നടക്കം എല്ലാവരും കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഡിഫെൻഡ് ചെയ്യാൻ അറിയത്തില്ല. ബട്ട് ബേസിക്കലി ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അപ്ഡേറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, എന്താണ് ഈ അപ്ഡേറ്റിൽ വന്നത്? സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ഗെയിമിൽ ഇപ്പോൾ ഈ ഫുട്ബോളിൽ 2 AI ഉണ്ട്. ഒന്ന് അറ്റാക്കിംഗ് AI, ഡിഫെൻഡിങ് AI. ഈ അറ്റാക്കിംഗ് AI ആണ് നമ്മുടെ അറ്റാക്കിംഗ് പ്ലെയേഴ്സിൻ്റെ പൊസിഷനിങ്, റണ്ണ് ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിഫെൻഡിങ് AI ആണ് ഈ ഫുട്ബോൾ 25 വരെ നമുക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കലി പൊസിഷൻ ചെയ്യുക, നമുക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കലി പ്രസ് ചെയ്യുക, നമുക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക, നമുക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കലി ഡിഫെൻസീവ്ലി നല്ലപോലെ പൊസിഷൻ ചെയ്യുക. ഇതെല്ലാം ചെയ്തു നിന്ന ഡിഫെൻഡിങ് AI ആയിരുന്നു. എന്നാൽ ഈ ഫുട്ബോൾ 26 അപ്ഡേറ്റിന് ശേഷം ഇവർ ഈ ഡിഫെൻഡിങ് AI ഓൾമോസ്റ്റ് എടുത്തു കളഞ്ഞു എന്ന് തന്നെ പറയാനുള്ളത്. എന്നാൽ ഇവരെന്താ പറയുക, മാനുവലി ഡിഫെൻഡ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ നല്ല അപ്ഡേറ്റാണിത്. കാരണം കൂടുതൽ സ്ലൈഡിങ് ടാക്കിൾ ആനിമേഷൻസ്, കുറച്ചും കൂടെ എന്താ പറയുക, മാനുവലി കൺട്രോൾ തരിക. നമുക്ക് യൂസറിൻ്റെ കയ്യിൽ കുറച്ചും കൂടെ കൺട്രോളുണ്ട് ഡിഫെൻസീവ് പ്ലേയേഴ്സിൻ്റെ മേലിൽ. സോ എന്നെ സംബന്ധിച്ച് ഈ അപ്ഡേറ്റിന് ശേഷം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഫെൻഡിങ്ങിൽ എഫേർട്ട് ഇട്ടാലേ പറ്റത്തുള്ളൂ. മെജോറിറ്റി ഓഫ് ദ പ്ലേയേഴ്സും ഈ ഫുട്ബോൾ 25 എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ചുമ്മാ എക്സ് ബട്ടൺ പിടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പ്രഷർ ബട്ടൺ പിടിച്ചുകൊണ്ടിരിക്കുക, പ്രസ് ബട്ടൺ, അതിൻ്റെ ഒന്നും ചെയ്യത്തില്ല. ഓട്ടോമാറ്റിക്കലി AI തന്നെ അവരെ സഹായിക്കുമെന്ന്. പക്ഷേ ഈ അപ്ഡേറ്റിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ എഫേർട്ട് ഇടണം. അപ്പോൾ അതിൻ്റെ എന്തിലൊക്കെയാണ് എഫേർട്ട് ഇടുന്നത് എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ നമുക്ക് പറയാം. എന്നെ സംബന്ധിച്ച് ദിസ് ഇസ് എ ഗ്രേറ്റ് അപ്ഡേറ്റ്. കാരണം നിങ്ങളൊരു കളി ക്ലീൻ ഷീറ്റ് ജയിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും റിവാർഡിംഗ് ആണ്, ഞാൻ ജയിച്ചു എന്നുള്ള സെൻസേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോയിൽ ഐ എം ഗോണ ടോക്ക് അബൌട്ട് all the tips I know and all the tips which will help you to build your defending. So the first tip is switch to long ball counter. നിങ്ങൾ ക്വിക്ക് കൗണ്ടറും പൊസഷനും കളിക്കേണ്ട നിങ്ങൾക്ക് ഡിഫൻസ് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വിച്ച് ടു ലോങ് ബോൾ കൗണ്ടർ. കാരണം ലോങ് ബോൾ കൗണ്ടറിൽ വളരെ ഡീപ്പായിട്ടുള്ള ഡിഫൻസീവ് ലൈനാണ്. അതോടൊപ്പം തന്നെ അഥവാ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ബോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഡിഫൻസീവ് പ്ലേയേഴ്സിൻ്റെ ആദ്യത്തെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ബാക്കിലോട്ട് വലിഞ്ഞൊരു ഡിഫൻസീവ് ലൈൻ ഉണ്ടാക്കാനാണ് നിങ്ങളുടെ ഡിഫൻഡേഴ്സ് നോക്കുക. എന്നാൽ ക്വിക്ക് കൗണ്ടറിലും പൊസഷനിലും വളരെ ഹൈ ആയിട്ടുള്ള ഡിഫൻസീവ് ലൈനാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ബോൾ പോയാൽ പ്രസ് ചെയ്ത് അപ്പം തന്നെ ബോൾ പ്രസ് ചെയ്തെടുക്കാൻ തോന്നും. അത് നിങ്ങളുടെ ഡിഫൻസീവ് പ്ലെയേഴ്സിനെ ഔട്ട് ഓഫ് പൊസിഷൻ ആക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ വീക്കാണ് ഡിഫെൻഡിങ്ങിൽ എന്നുണ്ടെങ്കിൽ ഐ റെക്കമെൻഡ് നിങ്ങൾ LBസിലോട്ട് സ്വിച്ച് ചെയ്യുക. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡിഫെൻഡ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ അറ്റാക്ക് ചെയ്യാനും വളരെ നല്ലൊരു പ്ലേയിങ് സ്റ്റൈലാണ് ലോങ് ബോൾ കൗണ്ടർ. സോ ഐ വുഡ് റെക്കമെൻഡ് യു ടു സ്വിച്ച് ടു ലോങ് ബോൾ കൗണ്ടർ വിച്ച് ഇസ് ദ പ്ലെയർ സെലക്ഷൻ. സോ ഈ ഡിഫൻഡേഴ്സ് ഈ ഫുട്ബോൾ 26 വന്നപ്പോൾ ഡിഫൻഡേഴ്സിൻ്റെ മുഴുവൻ ആവശ്യങ്ങളെ കംപ്ലീറ്റ്ലി മാറി. ഈ ഫുട്ബോൾ 26 നിങ്ങളൊരു ഡിഫൻഡറിനെ ചൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കരുത് നിങ്ങൾ ഈ ഫുട്ബോൾ 26 ചൂസ് ചെയ്യുമ്പോൾ. ഫോർ എക്സാമ്പിൾ, കൊണാമി കഴിഞ്ഞ ഗെയിമിൽ ഏറ്റവും അവസാനം കൊണ്ടുവന്ന ക്യാമ്പയിൻ എന്തായിരുന്നു? ആ ക്യാമ്പയിനിൽ കനവാരോ, റൈക്കാർഡ്, ഒലിവർ കാൻ, കാസറസ് നല്ല ഡിഫൻസീവ് ആട്രിബ്യൂട്ട്സും നല്ല പ്ലെയർ ഐഡിയ ഉള്ള പ്ലെയേഴ്സിനെയാണ് കൊണാമി ഫ്രീ ആയിട്ട് തന്നത്. അത് കൊണാമി ചുമ്മാ തന്നതല്ല. സോ ഈ ഫുട്ബോൾ 26 ഡിഫൻഡേഴ്സിൻ്റെ ആവശ്യങ്ങൾ സ്റ്റാറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സോ ബിൽഡപ്പ് കാർഡുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബിൽഡപ്സിന് അറ്റ്ലീസ്റ്റ് 85 എബോവ് സ്പീഡ്, 90 എബോവ് ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് ആൻഡ് 90 എബോവ് ഡിഫൻസീവ് ആട്രിബ്യൂട്ട്സ്. 85 സ്പീഡ് മിനിമമാണ്. ഓക്കെ, മിനിമം. എത്ര കൂടുന്നു അത്രയും നല്ലത്. സോ ഡിസ്ട്രോയേഴ്സിൻ്റെ കേസും ബിൽഡപ്പിൻ്റെ കേസും ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ നിങ്ങളുടെ ഡിസ്ട്രോയർ ഉണ്ടെങ്കിൽ 90 സ്പീഡ് കൊടുക്കാൻ നോക്കുക. കാരണം ഹൈ സ്പീഡ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, ഹൈ ആയിട്ട് അഗ്രസീവ് ആക്കും. പിന്നെ 90 എബോവ് ഡിഫൻസീവ് അവയർനെസ്, എന്നാൽ ഹൈ അഗ്രഷൻ ആയിരിക്കണം. പിന്നെ 90 എബോവ് ഫിസിക്കൽ കോൺടാക്ട്, അത് എല്ലാവർക്കും അറിയാം. ഇനി ഫുൾ ബാക്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അറ്റാക്കിംഗ് ഫുൾ ബാക്സിന് 90 എബോവ് സ്പീഡ് ആക്സലറേഷൻ മസ്റ്റാണ്. 80 എബോവ് ഡിഫൻസീവ് അവയർനെസ് ഉണ്ടായിരിക്കണം. ഫോർ ഡിഫൻസീവ് ഫുൾ ബാക്സ് 90 സ്പീഡ്, 90 ആക്സലറേഷൻ, 90 ഫിസിക്കൽ കോൺടാക്ട്, അതുപോലെ തന്നെ 90 എബോവ് ഡിഫൻസീവ് ആട്രിബ്യൂട്ട്സ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം.
ഇനി ഫ്രീ ടു പ്ലേ പ്ലേയേഴ്സിൻ്റെ പി ഒ വിയിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ബെക്കംബോർ ടോണി ആഡംസ് ഒക്കെ കാണും. അതിൻ്റെ അകത്ത് കൊസ്റ്റക്കുറുട്ട നിങ്ങളുടെ ടീമിൽ ഇപ്പോഴും വയ്ക്കാം. ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രീ ടു പ്ലേ ഡിഫൻഡേഴ്സ് എവർ ഗിവൺ. പക്ഷേ ടോണി ആഡംസും ബെക്കംബോറും സ്ലോ ആണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ സ്റ്റാറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്ന വേറെ കാർഡുകൾ ലൈക്ക് വാൻഡാക്കിൻ്റെ POTW, വേറെ മിക്കി വാൻഡവൻ്റെ POTW കാർഡുകളുണ്ടെങ്കിൽ അവരെ യൂസ് ചെയ്യുക. ഇവർ രണ്ടുപേരെയും ടോണി ആഡംസിൻ്റെ ബെക്കംബോറെ നിങ്ങൾക്ക് നിങ്ങളുടെ സബിൽ ഇട്ട് കളിപ്പിക്കാം. സോ അതോടൊപ്പം തന്നെ യു ഷുഡ് മേക്ക് ഷുവർ നിങ്ങളുടെ ഡിഫൻഡേഴ്സിന് സകലമാന ഡിഫെൻഡിങ് സ്കിൽസും അതോടൊപ്പം തന്നെ ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു സ്കില്ലും മസ്റ്റാണ്. സോ സ്റ്റാമിന കുറഞ്ഞാലും നിങ്ങളുടെ ഡിഫൻഡേഴ്സ് പ്രോപ്പറായിട്ട് കളിക്കും. ഇപ്പോൾ ഇത്രയും പറയുമ്പോൾ നിങ്ങൾ ഫ്രീ ടു പ്ലേ പ്ലേയേഴ്സിന് അപ്പോൾ ഒരു രക്ഷയില്ലല്ലേ. അപ്പോൾ ഒരു നല്ലൊരു പുതിയ ക്യാമ്പയിനിൽ നിന്ന് ഇഷ്ടംപോലെ ഫ്രീ കാർഡ്സ് വരും, ഡബിൾ ബൂസ്റ്റർ കാർഡ്സ് വരും. അതൊക്കെ ഡിഫൻഡേഴ്സിന് ഫസ്റ്റ് ഡിഫൻസ് സെറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതുവരെ ഈ ഫ്രീ ടു പ്ലേ ഓപ്ഷൻസ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഈ എഡോ മിലിറ്റാവോ, ബ്രെമ്മർ, വില്യം സാലിബ, വിക്കി വാൻഡവൻ, അതോടൊപ്പം തന്നെ ജൂൾസ് കുണ്ടേ, ഡിഫൻസീവ് ഫുൾ ബാക്കായ ഫോർലാൻ മെൻഡി, ലൊറൻസോ, ടോമിയാസു, വാംപിസാക്ക, അതുപോലെ തന്നെ കൈൽ വാക്കറുണ്ട് അറ്റാക്കിംഗ് ഫുൾ ബാക്ക്, ബ്ലോക്കർ സ്കിൽ എല്ലാം ഉള്ള ഇതുപോലത്തുള്ള ഫ്രീ ടു പ്ലേ GP ഓപ്ഷൻസ് ഉണ്ട്. ഇവരെ യൂസ് ചെയ്യുക. പുതിയ ക്യാമ്പയിനിൽ നിന്ന് എന്താ പറയുക, ആദ്യം ഡിഫൻസ് സെറ്റ് ചെയ്യാൻ നോക്കുക. അല്ലാതെ ചാടിക്കറി സ്ട്രൈക്കേഴ്സിന് എടുക്കാതെ ഇനിയും കൊണാമി ഇഷ്ടംപോലെ ക്യാമ്പയിൻസ് കൊണ്ടുവരും. അതിൽ നിന്ന് ഡിഫൻഡേഴ്സിനെ എടുക്കാൻ നോക്കുക. അതുവരെ ഈ ഫ്രീ ടു പ്ലേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ്, ഗെയിം പ്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗെയിം പ്ലേയിലോട്ട് വരുമ്പോൾ ഈ അപ്ഡേറ്റിന് ശേഷം വളരെ സ്പീഡ് കൂടിയ പ്ലെയേഴ്സ് എലോങ് വിത്ത് ലോഫ്റ്റഡ് ത്രൂ ബാൾസ്, ഈ രണ്ട് കാര്യങ്ങൾ ഈ ഗെയിമിൽ ഓവർ പവേർഡാണ്. ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ എത്ര വലിയ കിടിലം പ്ലെയേഴ്സ് ഉണ്ടെങ്കിലും പാട് തന്നെയാണ്. സോ നിങ്ങളെ ഡിഫെൻസിനെ കുറിച്ച് കുറച്ച് ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രഷർ ബട്ടൺ യൂസ് ചെയ്യാതിരിക്കുക. പ്രഷർ ബട്ടൺ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ തന്നെ ഞാൻ പറയാനുള്ളൂ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രഷർ ബട്ടൺ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്ലെയേഴ്സ് ഔട്ട് ഓഫ് പൊസിഷൻ, നിങ്ങളുടെ ഡിഫെൻഡിങ് പ്ലെയേഴ്സ് അവരുടെ പൊസിഷനിൽ നിന്ന് മാറി പ്രസ് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ ഒരു 360 അടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ നിങ്ങളുടെ ഡിഫൻസ് പൊട്ടും, ഒപ്പോണൻറ്റിൻ്റെ പ്ലെയേഴ്സ് അറ്റാക്ക് ചെയ്ത് കയറിപ്പോവും. പ്രഷർ ബട്ടൺ ഒരിക്കലും ഉപയോഗിക്കില്ലെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നല്ലപോലെ ടൈം ചെയ്യാൻ അറിയാം, ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ കനവാറോ കറക്റ്റ് സമയത്ത്, ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒപ്പോണൻറ്റിൻ്റെ പ്ലെയർ ഒരു ഹെവി ടച്ച് എടുത്തു. ആ ഹെവി ടച്ച് എടുത്തപ്പോൾ തന്നെ ഞാൻ എൻ്റെ കനവാറയെ കൊണ്ട് റഷ് ചെയ്ത് ആ ബോൾ എടുക്കാൻ നോക്കി. സോ ഇങ്ങനത്തെ സിനാറിയോയിൽ പ്രഷർ ബട്ടൺ യൂസ് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ പ്രസ് ബട്ടൺ നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അത്രയും പ്രോപ്പറായിട്ട് പ്ലെയറിനെ പ്രെഡിക്റ്റ് ചെയ്ത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഹെവി ടച്ച് എടുക്കുമ്പോൾ പ്രസ് ചെയ്യാൻ നോക്കുക. ഇനി അടുത്ത കാര്യം, മാച്ചപ്പ് ബട്ടൺ. ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, ഒരുമാതിരി സ്ത്രീധനം കിട്ടിയ പോലെ ഒപ്പോണൻറ്റിൻ്റെ കയ്യിൽ ബോൾ കിട്ടിയാൽ അപ്പോഴേ മാച്ചപ്പ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് കളിക്കും. മാച്ചപ്പ് ബട്ടൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, മാച്ചപ്പ് ബട്ടൺ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിഫൻഡേഴ്സ് ചെറിയ സ്റ്റെപ്പുകളാണ് എടുക്കുന്നത്. നമ്മുടെ ഡിഫൻഡേഴ്സിൻ്റെ പേസ് കംപ്ലീറ്റ്ലി കുറയും, ഓൾമോസ്റ്റ് 50% സ്പീഡേ കുറയും. അതുകൊണ്ട് ഇപ്പോൾ ഡ്രിബ്ലിംഗ് ഇമ്പ്രൂവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 360 അടിച്ചു കഴിഞ്ഞാൽ മാച്ചപ്പ് പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ഡിഫൻഡേഴ്സ് സ്ലോ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ക്യാച്ചപ്പ് ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് മാച്ചപ്പ് ഇസ് ഓൾസോ എ കേഴ്സ് ആൻഡ് ഓൾസോ എ ഗുഡ്, ഒരു വരവുമാണ്, ഒരു എന്താ പറയുക നാശത്തിൻ്റെ ഉള്ളൊരു വഴിയുമാണ്. അതുകൊണ്ട് മാച്ചപ്പ് പ്രോപ്പറായിട്ടും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾ ഈ ഗെയിം പ്ലേയിൽ, ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഗെയിം പ്ലേയിൽ കാണിക്കുന്ന പോലെ ഞാൻ മാച്ചപ്പ് എപ്പോഴും പ്രസ് ചെയ്യുന്നില്ല. മാച്ചപ്പ് പ്രോപ്പറായിട്ട് എന്താ പറയുക, പ്രസ് ചെയ്യുന്നു എടുക്കുന്നു. അപ്പോൾ എനിക്ക് എന്താ പറയുക, എൻ്റെ ഒപ്പോണൻറ്റ് പെട്ടെന്നൊരു ടേൺ എടുക്കുമ്പോൾ ഞാൻ മാച്ചപ്പ് റിലീസ് ചെയ്യുന്നു, എന്നിട്ട് പേസ് ബട്ടൺ ഡാഷ് ബട്ടൺ യൂസ് ചെയ്ത് അത് മാർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് നിങ്ങൾ മാച്ചപ്പ് ബട്ടൺ യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ 24/7 ഒപ്പോണൻറ്റിൻ്റെ ബോൾ കിട്ടിയാൽ അപ്പോഴേ മാച്ചപ്പ് നിൽക്കിക്കഴിഞ്ഞാൽ ത്രൂ ബോൾസിൽ എക്സ്പോസ് ആകും. അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻഡേഴ്സിൻ്റെ പേസും കുറയും, നമുക്ക് ഒപ്പോണൻറ്റിനെ ട്രാക്ക് ചെയ്യാനും പറ്റത്തില്ല. ഇനി അടുത്ത കാര്യം, മാനുവലി ഡാഷ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പോണൻറ്റ് എന്താ പറയുക ത്രൂ ബോളിൽ ഓടുകയാണെങ്കിൽ മാച്ചപ്പ് പിടിച്ചുകൊണ്ട് ഓടാതെ മാനുവലി ഒപ്പോണൻറ്റിനെ പ്രസ് ചെയ്യാൻ നോക്കുക. അങ്ങനെ മാനുവലി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ജോയ്സ്റ്റിക്ക് വെച്ച് മാനുവലി ഒപ്പോണൻറ്റിനെ ട്രാക്ക് ചെയ്യാൻ നോക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങളുടെ നമ്മുടെ ഡിഫൻഡേഴ്സിൻ്റെ പേസും കുറയത്തില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് അഥവാ ഒപ്പോണൻ്റ് ഒരു ക്വിക്ക് ടേൺ എടുത്താൽ പോലും നമുക്ക് പെട്ടെന്ന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അപ്ഡേറ്റിന് ശേഷം ബഫായിട്ടുള്ളൊരു കാര്യമാണ് സ്ലൈഡിങ് ടാക്കിൾ. പണ്ട് സ്ലൈഡിങ് ടാക്കിൾ ഒരു ഡയറക്ഷനിലോട്ടേ പോകത്തുള്ളായിരുന്നു, ഒരൊറ്റ ആനിമേഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ അപ്ഡേറ്റിന് ശേഷം സ്ലൈഡിങ് ടാക്കിളിൽ ഇഷ്ടംപോലെ പുതിയ ആനിമേഷൻസ് വന്നിട്ടുണ്ട്. ഒരു സൂപ്പ് ആനിമേഷൻ, ഒരു കിക്ക് ഔട്ട് ആനിമേഷൻ, ഇഷ്ടംപോലെ ആനിമേഷൻസ് വന്നു. അതുകൊണ്ട് മാക്സിമം സ്ലൈഡിങ് ടാക്കിൾസ് യൂസ് ചെയ്യാൻ നോക്കുക.
ചുമ്മാ സ്പാം ചെയ്യാതിരിക്കാൻ നോക്കുക. ചുമ്മാ സ്പാം ചെയ്ത് കഴിഞ്ഞാൽ റെഡ് കാർഡ് കിട്ടി പ്ലെയർ ഡൗൺ ആകും. അതിന് പകരം ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് പ്ലെയറിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് സ്ലൈഡ് ടാക്കിൾ യൂസ് ചെയ്യാൻ നോക്കുക. ഹെവി ടച്ച് എടുക്കുമ്പോഴും പാസിംഗ് ലേൻസ് ബ്ലോക്ക് ചെയ്യാനും യൂസ് ചെയ്യുക. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇസ് ടു ആൻറ്റിസിപ്പേറ്റ് യുവർ ഒപ്പോണൻറ്റിൻ്റെ പാസിംഗ് ലൈൻസ് ബ്ലോക്ക് ചെയ്യുക. ഒപ്പോണൻറ്റിൻ്റെ ഇനി എന്ത് ചെയ്യും, ഷൂട്ടിംഗ് ഓപ്ഷൻസ് ബ്ലോക്ക് ചെയ്യുക. ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഒപ്പോണൻറ്റിനെ ഗസ് ചെയ്ത് കളിക്കുക. കാരണം AI ഇനി ഒപ്പോണൻറ്റ് നിങ്ങൾക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യാൻ പോകണില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒപ്പോണൻറ്റിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കളിക്കേണ്ടി വരും. ഇനി അടുത്ത ഒരു ബോണസ് ടിപ്പ് എന്ന് പറയുന്നത് ഇസ് ടു യൂസ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ്. മൊബൈൽ യൂസേഴ്സ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത് വളരെ അപൂർവമാണ്. PC-യിൽ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഒപ്പോണൻറ്റ് വിങ്ങേഴ്സിന് യൂസ് ചെയ്യുന്നുണ്ട്, LWF RWF യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ബാക്സ് കൊണ്ട് നിങ്ങളുടെ എന്താ പറയുക ഡിഫെൻസീവ് ഫുൾ ബാക്സിന് ഡിഫെൻസീവ് ഇടുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒപ്പോണൻറ്റിൻ്റെ വിങ്ങേഴ്സിനെ മാൻ മാർക്ക് ചെയ്യുക. അങ്ങനെ ഫുൾ ബാക്സിന് ഡിഫെൻസീവും ഇട്ട് ഒപ്പോണൻറ്റിൻ്റെ വിങ്ങേഴ്സിൻ്റെ മാൻ മാർക്ക് ചെയ്ത് നിന്ന് നിങ്ങൾക്ക് നമ്മുടെ ഒപ്പോണൻസിൻ്റെ പാസിംഗ് ഓപ്ഷൻസ് അതുപോലെ തന്നെ അറ്റാക്ക് നള്ളിഫൈ ചെയ്യാൻ സഹായിക്കും. ഓക്കെ, സോ എനിക്കറിയാവുന്ന സകല ടിപ്സും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് ചെയ്യണമെന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, കുറച്ച് വീഡിയോ പിറകോട്ട് പോയി എൻ്റെ ഡിഫെൻഡിങ് ക്ലിപ്സുകൾ കാണാം. അപ്പോൾ അതിൽ ഞാൻ മൊബൈലിലും PC-യിലും എങ്ങനെയാണ് മാച്ചപ്പ്, പ്രഷർ, അതുപോലെ തന്നെ ഒപ്പോണൻറ്റിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതെല്ലാം കാണാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ വീഡിയോ. വളരെ ലേറ്റായി, ഐ നോ. ഞാൻ ഇത്തിരി മടിയനാണ്, അതുകൊണ്ടാണ് ലേറ്റായത്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ആൻഡ് അഗെയിൻ താങ്ക് യു ഫോർ ദ 70 സബ്സ്ക്രൈബേഴ്സ്. മീൻസ് എ ലോട്ട്. നമ്മൾ നല്ല രീതിക്ക് ഗ്രോ ആവുകയാണ്. So if you have any opinions, any comments, any suggestions, let me know in the comments. Doubt ഉണ്ടെങ്കിലും ചോദിക്കുക. I'm happy to help you out. So peace.